ഹലോ ഗൈസ്, ഇപ്പോൾ ഇവിടേക്ക് എല്ലാവർക്കും സ്വാഗതം. സോ ഗൈസ്, എല്ലാവരും ഹാപ്പി ആൻഡ് സേഫ് ആയിട്ട് ഇരിക്കുന്നു എന്ന് വിചാരിക്കുന്നു. സോ ഗൈസ്, നമ്മുടെ ഇന്നത്തെ പരിപാടി എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മുടെ കോഴികളും താറാവുകളും ഒക്കെ എണ്ണം കുറഞ്ഞിട്ടുണ്ട്. എന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മൾ എണ്ണം കുറച്ചൊക്കെ ആയിരുന്നു. കാരണം നമ്മൾ പോയി അതിനിപ്പോൾ ഇവിടെ നോക്കാനായിട്ടൊന്നും എപ്പോഴും വരാൻ പറ്റാത്തതുകൊണ്ട് നമ്മൾ എല്ലാം കുറച്ചിട്ടുണ്ടായിരുന്നു. സോ ഇനിയിപ്പോൾ നമ്മളത് കുറച്ചുകൂടി ബാക്ക് ടു ഫോമായിട്ട് കൂട്ടാൻ പോവുകയാണ്. സോ അതിന് കുറച്ച് കോഴിക്കുഞ്ഞുങ്ങളെ എടുക്കാൻ പോകണം. പിന്നെ താറാവ് കുഞ്ഞുങ്ങളെ എവിടെയെങ്കിലും കിട്ടുന്നതായിട്ട് നിങ്ങൾക്ക് ഈ അടുത്ത് എവിടെയെങ്കിലും കിട്ടുന്നതായിട്ട് അറിയുമെങ്കിൽ പ്ലീസ് ഡു കമൻറ്റ് ബിലോ. അപ്പോൾ നമ്മൾ കോഴി കുഞ്ഞുങ്ങളെ എടുക്കാൻ വേണ്ടി പോവുകയാണ്. സോ നമ്മൾ മഞ്ഞപ്രയിലാണ് പോകുന്നത്. സോ അവിടെ ചെന്നിട്ട് ബാക്കി കാര്യങ്ങൾ കാണിച്ചത് ഗൈസ്. അപ്പോൾ നമ്മളത് ഫാമിലെത്തിയപ്പോൾ ഒരു കോഴിച്ചാട്ടം നമുക്ക് കോഴി നമ്മളെ സ്വീകരിച്ചു. പിന്നെ ഇതിപ്പുറത്ത് നമ്മൾ നോക്കുമ്പോൾ ഇവിടെ പൂവന്മാരുണ്ട്, പെടയുണ്ട്. പിന്നെ അതായത് ഇവിടെ ഒരാൾ നമ്മളെ പേടിപ്പിച്ചുകൊണ്ടിരിക്കുകയാണ്. അറിയാത്ത ആളെ കണ്ടുകൊണ്ട് നമ്മളെ കാൽക്കം ചേട്ടൻ നമ്മളെ പേടിപ്പിച്ച് ഓടിപ്പിക്കാൻ ശ്രമിച്ചുകൊണ്ടിരിക്കുന്നു. ഇവിടെ ഒരു കുഞ്ഞി ആൾ ഓടി പോകുന്നത് വലിപ്പം വെച്ചത് 400 രൂപ അല്ലേ? കുറച്ചുകൂടെ വലുതുണ്ട് കരിങ്കോഴി. നമുക്ക് സോണാലിയുടെ ആ ചെറുത് തന്നെ 4 പെടയും ഒരു പൂവനും കിട്ടണ പോലെ. ഗൈസ്, അവിടുത്തെ ചേട്ടൻ പോയാനിപ്പോൾ എല്ലാവരും കൂടി എൻ്റെ കാലിൻ്റെ അവിടെ വന്ന് നിൽക്കുകയാണ് ഗൈസ്. ഞാൻ ഇപ്പോൾ തീറ്റയിട്ട് കൊടുക്കുന്നുള്ള പ്രതീക്ഷയിലാണ് എല്ലാവരും പാവങ്ങൾ നിൽക്കണം. സോ ഗൈസ്, നമ്മളങ്ങനെ കോഴിക്കുഞ്ഞുങ്ങൾ മേടിച്ചിട്ടുണ്ട്. ഇനിയിപ്പോൾ നമ്മൾ അടുത്ത പരിപാടി അവർക്കുള്ള തീറ്റയും കൂടി മേടിക്കണം. സോ തീറ്റ മേടിച്ചിട്ട് വീട്ടിൽ കൊണ്ടുവന്ന് അവരിട്ട് കഴിയുമ്പോൾ ഞാൻ ആരൊക്കെയാണ് എങ്ങനെയുള്ളവരൊക്കെയാണെന്നുള്ളത് കാണിച്ചു തരാം. സോ പോയി തീറ്റ മേടിക്കട്ടെ. സോ ഗൈസ്, നമ്മളങ്ങനെ തീറ്റ ഒരു വലിയ ചാക്കിൽ മേടിച്ചിട്ടുണ്ട്. നമ്മളത് പുതിയ പിള്ളേരെ 2 കൂട്ടലായിട്ട് ഇട്ടിട്ടുണ്ട്. പിന്നെ ഇവർ 3 പേരും വലിയതാണ്, 4 മാസമായ പ്രായമുള്ളവരാണ് 3 പേര്. ഇത് രണ്ടും കരിങ്കോഴിയും പിന്നെ ഇത് കാപ്പിരി എന്നിട്ട് ഇങ്ങനെ പുറത്തേക്ക് ചാടി നിൽക്കുന്ന പോലത്തെ തൂവലുകളാണ്. ഇവരത് ഇവിടെ 5ഉം അവിടെ 5ആയിട്ട് നമ്മൾ ഇട്ടുണ്ട് ഗൈസ്. ഇനി നമുക്ക് തീറ്റ വെച്ച് കൊടുക്കാം. നമ്മളങ്ങനെ അവർക്ക് തീറ്റ കൊടുത്ത് സെറ്റാക്കി വിട്ടിട്ടുണ്ട്. സോ സെറ്റാവട്ടെ. ഇനിയിപ്പോൾ നമുക്ക് താറാവ് കുഞ്ഞുങ്ങളെയാണ് കിട്ടാനായിട്ടുള്ളത്. സോ നിങ്ങൾക്ക് എവിടെയെങ്കിലും അറിയാമെങ്കിൽ താഴെ കമൻറ്റ് ചെയ്ത് ഹെൽപ്പ് ചെയ്യുക. സോ ഗൈസ്, അപ്പോൾ ഇത്ര നമ്മുടെ ഇന്നത്തെ വീഡിയോ. നാളെ അടിപൊളി വ്ളോഗായിരുന്നു. എല്ലാവർക്കും